ചെറുപ്പമാകാനുള്ള വഴികൾ നോക്കുന്ന മനുഷ്യന് മുന്നിൽ ഇതാ പുതിയൊരു വഴി. ശാസ്ത്രജ്ഞരുടെ നിർദ്ദേശപ്രകാരം കടലിനടിയിൽ ദിവസങ്ങളോളം താമസിച്ച മുൻ നാവികസേനാ ഉദ്യോഗസ്ഥൻ ജോസഫ് ഡിറ്റൂരി എന്ന വ്യക്തിയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. കടലിന്റെ അടിത്തട്ടിൽ താമസിച്ച് കടലിനടിയിലെ സമ്മർദ്ദത്തെ അതിജീവിച്ച് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കുക എന്നതായിരുന്നു ശാസ്ത്രജ്ഞരുടെ ലക്ഷ്യം. ഇതിനുവേണ്ടിയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴത്തിൽ 3 മാസത്തോളം ജോസഫ് ഡിറ്റൂരിയെ താമസിപ്പിച്ചത്. 93 ദിവസങ്ങൾക്ക് ശേഷം കോമ്പാക്ട് പോഡിൽ നിന്ന് ഡിറ്റൂരിയെ പുറത്തിറക്കിയപ്പോൾ ഞെട്ടിക്കുന്ന മാറ്റമാണ് ശാസ്ത്രലോകം കണ്ടത്. 10 വയസ്സ് കുറഞ്ഞ് ഡിറ്റൂരി ചെറുപ്പക്കാരനായിരിക്കുന്നു. വിവിധ പഠനങ്ങൾക്ക് ശേഷമാണ് ശാസ്ത്രജ്ഞർ ഇക്കാര്യം ഉറപ്പിച്ചു പറയുന്നത്. ടെലോമിയറുകൾ, ക്രോമസോമുകളുടെ അറ്റത്തുള്ള DNA ക്യാപ്സ് എന്നിവ സാധാരണയായി പ്രായത്തിനനുസരിച്ച് ചുരുങ്ങുന്നു. എന്നാൽ കടലിനടിയിൽ താമസിച്ചതോടെ ടെലോമിയറുകളുടെയും ക്രോമസോമുകളുടെയും അറ്റത്തുള്ള DNA ക്യാപ്സിന്റെ നീളം 3 മാസം മുമ്പുള്ളതിനേക്കാൾ 20% കൂടിയതായാണ് ജോസഫ് ഡിറ്റൂരിൽ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത്. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ മൂലകോശങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു. വെള്ളത്തിനടിയിലെ മർദ്ദം മൂലം പുതിയ ഉണർവ് തന്നെ ശരീരത്തിന് ലഭിച്ചു. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങൾക്കൊപ്പം പുതിയ ഒരു ലോക റെക്കോർഡും ജോസഫ് ഡിറ്റൂരി എത്തിപ്പിടിച്ചു. ഏറ്റവും കൂടുതൽ ദിവസം വെള്ളത്തിനടിയിൽ താമസിച്ചു എന്ന റെക്കോർഡാണ് അദ്ദേഹം സ്വന്തമാക്കിയത്.